അമ്പലക്കണ്ടി അങ്ങാടിയിൽ വെച്ച് രാവിലെ 11-നാണ് കാറിലെത്തിയ സംഘം ജാബിറിനെ തട്ടിക്കൊണ്ടുപോയത്. ജാബിറിനെ കയറ്റിയ ശേഷം പുത്തൂർ ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ ബൈക്കിൽ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. വണ്ടി ഇളകുന്നുണ്ട്, ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ വണ്ടി അടിക്കുകയാണ് ജാബിറിനെ. അത് കണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ വണ്ടി എടുത്ത് പോയി. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ ജാബിറിനെ കണ്ടെത്തി. ഇയാളെ തടങ്കലിൽ വെച്ചിരുന്ന ഷെഫീഖിനെയും നിസാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ കാണിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലെത്തിയത് സംഘർഷത്തിനിടയാക്കി. പ്രതികളും ജാബിറും ദുബായിൽ വെച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമായതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇടപാടെല്ലാം തീർത്തെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അവന് ചെക്ക് കൊടുത്തിട്ടുണ്ട്, ആ ചെക്ക് തിരിച്ചു തരണം, എനിക്ക് അഗ്രിമെന്റ് തരണം. ഞാൻ പിന്നെ ഷെഫീഖിനല്ല കൊടുക്കാനുള്ള ജാബിർ കൊടുക്കാനുള്ള നിസാറിനാണ്. ഇത് ജാബിറിന്റെ സ്വത്തല്ല, എൻ്റെ ഭാര്യൻ്റെ പേരിലുള്ള സ്വത്താണ്. അവൻ ഭീഷണിപ്പെടുത്തി, എന്നെയും ഭാര്യയും ഭീഷണിപ്പെടുത്തി 3 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തതാണ്. അക്രമി സംഘത്തിലുണ്ടായിരുന്ന കുന്നമംഗലം സ്വദേശി ഷാഹിദിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതും പരിക്കേൽപ്പിക്കുന്നതും കൊടുവള്ളി, താമരശ്ശേരി മേഖലകളിൽ വർദ്ധിച്ചു വരികയാണ്. മീഡിയ 1 കോഴിക്കോട്.